गोपीचनवल्लभ गिरिवरधारी जय यशोधनन्दना व्रज जनरञ्जना यशोधनन्दना व्रज जनरञ्जना यमुनतीरावनचारी जय राधा माधवा कुञ्ज विहारी जय श्री कृष्ण चैतन्या प्रभु नित्यानंदा श्री अद्वैता गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 रामा राम राम हरे हरे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल हरि बोल ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവത്ഗീത 34 വരെ പഠിച്ചു. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ചെറിയ രത്നചുരുക്കം പറഞ്ഞുകൊണ്ട് നമുക്ക് 35ലേക്ക് കടക്കാം. ഇവിടെ യുദ്ധഭൂമിയിലെത്തിയ അർജുനന് തൻ്റെ ശത്രുക്കളായ അല്ലെങ്കിൽ തനിക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്നവരെയൊക്കെ ഒന്ന് കാണണമെന്ന് ഉള്ള ആഗ്രഹം ഭഗവാനോട് പറയുന്നു. അങ്ങനെ ഭഗവാൻ എന്നാൽ നിന്റെ ബന്ധുക്കളെയൊക്കെ നീ ഒന്ന് കണ്ടോളൂ എന്ന മട്ടിൽ രഥം വന്നിട്ട് 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടു നിർത്തി കൊടുക്കുന്നു. അത് കൊണ്ട് നിർത്തുമ്പോൾ കാണുന്നത് എന്താണ്? വളരെ തൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പിതാമഹൻ, മുത്തശ്ശൻ, ഭീഷ്മർ അടക്കമുള്ളവര്, പിന്നെ പിതാക്കന്മാരോടൊപ്പം ഉള്ള അത്രയും ആ രീതിയിലുള്ളവര്, പിന്നെ ഗുരുജനങ്ങൾ, പിന്നെ സുഹൃത്തുക്കള്, ബന്ധുമിത്രാദികള്, ഇങ്ങനെയുള്ള തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ ആണ് തൻ്റെ മുമ്പിൽ ശത്രുക്കളായിട്ട് നിൽക്കുന്നത്. അപ്പോ അത് കാണുന്ന അർജുനൻ തളർന്ന് തരിപ്പണമായി പോകുന്നു. അപ്പോ എന്താണ് അർജുനന് എന്താ പറയാ, ശരീരമെല്ലാം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാകുന്നു, കയ്യിൽ വില്ലും അമ്പൊക്കെ വീഴുന്നു, ബാലൻസ് തെറ്റി ആ തേർത്തട്ടിൽ തന്നെ മറിഞ്ഞ് വീഴാൻ പോകുന്നു. മനസ്സ് വല്ലാണ്ട് ചുറ്റിക്കറങ്ങുന്നു, ആകെ വെപ്രാളം, ശരീരമെല്ലാം ഇങ്ങനെ വേർത്ത് കുളിച്ച് അർജുനൻ ആകെ തകർന്നു പോവുകയാണ്. അപ്പോ ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഒരു വിജയമേ വേണ്ട, രാജ്യം വേണ്ട, സുഖം വേണ്ട. ഇനി ത്രിലോകം, 3 ലോകങ്ങളും എനിക്ക് തരാൻ ഇവരെ ബന്ധുക്കളായിട്ടുള്ള ശാലന്മാര്, ഇങ്ങനെയുള്ളവരെയൊക്കെ കൊന്നുകൊണ്ട് 3 ലോകങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ, ഞാൻ നിരായുധനായിട്ട് നിന്നുകൊള്ളാം, എനിക്ക് ഈ ത്രിലോകം പോലും എനിക്ക് വേണ്ട, പിന്നെ അല്ലേ ഈ സാധാരണ മണ്ണിന് വേണ്ടി ഞാൻ ഇവരോട് യുദ്ധം ചെയ്യാൻ? ഇവരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ വലിയ പാപമാണ് ഫലം. ഇവരെ കൊന്നിട്ട് എങ്ങനെ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി പിന്നെ ജീവിക്കാൻ പറ്റും?
ഇവരെ കൊന്നു കഴിഞ്ഞാൽ കുലക്ഷയം ഉണ്ടാകും. കുലം ക്ഷയിച്ചു കഴിഞ്ഞാൽ കുലധർമ്മങ്ങളെല്ലാം നശിക്കും. പിന്നെന്താണ്, ശേഷിക്കുന്ന ആൾക്കാരെല്ലാം അധർമ്മികളാകും. അധർമ്മം മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം ദുഷിക്കും. സ്ത്രീകൾ ദുഷിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുട്ടികളൊക്കെ ജനിച്ച് അതിലൂടെ സാമൂഹികമായ അസ്വാസ്ഥ്യങ്ങൾ, ആർക്കും വേണ്ടാത്ത മക്കൾ കാരണം എന്താണ് ജീവിതം നരകതുല്യമാകും. പിതൃക്കൾക്ക് എന്താ പറയാ, കാലം തോറും കിട്ടേണ്ട പിണ്ടങ്ങളും ശ്രാദ്ധകർമ്മം ഇതൊന്നും കിട്ടാണ്ട് എന്താ ഉദയക്രിയകളൊക്കെ കിട്ടാതെ മൊത്തം അധപ്പതിക്കും. അപ്പം കുലത്തിന്റെ ധർമ്മം നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ കഴിയേണ്ടി വരും. അതിനാൽ നമ്മുടെ സുഖത്തിനായിട്ട് ഇങ്ങനെയുള്ള ജനങ്ങളെയൊക്കെ, ബന്ധുമിത്രാദികളായിട്ടുള്ള, സുഹൃത്തുക്കളായിട്ടുള്ള, ഗുരുജനങ്ങളായിട്ടുള്ള ഇവരെയൊക്കെ കൊല്ലണമോ? കൊല്ലാൻ പാടുണ്ടോ? അത് തെറ്റല്ലേ? അത് പാപമല്ലേ? അതിനേക്കാൾ ഭേദം അവർ വേണമെങ്കിൽ എന്നെ കൊന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അമ്പും വില്ലൊക്കെ രഥത്തിന്റെ അവിടെ ഇട്ടിട്ട് തളർന്ന് അവശനായിട്ട് അവിടെ കയറി ഇരുന്നു. ആര്? അർജുനൻ. അപ്പോ ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ഈ ചിന്ത കയറി വന്നത്? ആണത്തമില്ലായ്മയ്ക്ക് നീ അധീനനാകരുത്. നിനക്ക് ഒട്ടും ചേർന്നതല്ല. നീ വലിയ ഒരു കുടുംബത്തിൽ, ഒരു വലിയ കുലത്തിൽ ജനിച്ച ആളാണ്. നീ ക്ഷത്രിയനായിട്ടുള്ള കുരുവംശത്തിൽ ജനിച്ച ആളാണ്. നിനക്ക് ഈ ആണും പെണ്ണും കെട്ട ഈ ചിന്തയെല്ലാം നിനക്ക് എങ്ങനെ വന്നു? അപ്പോ ഇത് നിനക്ക് ഒട്ടും യോജിച്ചതല്ല. സാധാരണക്കാരനല്ല നീ. നീ ഒരു എന്താ പറയാ, ഉന്നതമായ കുലത്തിൽ ജനിച്ച ആളാണ്. കുരുവംശത്തിൽ ജനിച്ച ആളാണ്. അങ്ങനെയുള്ള നിനക്ക് ഇങ്ങനെ ഒക്കെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു അർജുന എന്ന് ഭഗവാൻ ചോദിക്കുമ്പോൾ, ഞാൻ സാധാരണക്കാരനായ മനുഷ്യനല്ലേ, എനിക്കും ഈ പറഞ്ഞ കാർപ്പണ്യദോഷം, എന്താണ് കൃപണൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സാധാരണകരമായ കാര്യങ്ങൾ, ആധ്യാത്മികപരമായ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തയില്ലാതെ നിത്യജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് പോകണം, ആർക്കും ദോഷം വരാതെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകണം, ആ ഒരു ചിന്തയുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് യോജിച്ചത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ട എന്താണ് എനിക്ക് യോജിച്ചത് എന്താണെന്ന് അങ്ങ് പറഞ്ഞു തരണം. അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഞാനൊരു ശിഷ്യനായിട്ട് അങ്ങയുടെ മുന്നിൽ നിൽക്കുകയാണ്. എനിക്ക് വേണ്ട അറിവ് എന്താണെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. കാരണം ഞാൻ സാധാരണ ഒരു മനുഷ്യന്റെ തലത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതാണ്. ഇതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് അനുയോജ്യം, ശ്രേയസ് പകരുന്നത് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു മന്ദഹാസത്തോടുകൂടി, ഒരു ചിരിയോടുകൂടി ഭഗവാൻ അർജുനോട് പറയും, നീ ഇപ്പോൾ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നു, എന്നാൽ മണ്ടന്മാരെ പോലെ ആവശ്യമില്ലാത്ത കാര്യത്തെ പറ്റി ദുഃഖിക്കുന്നു. വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞ ആ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ വലിയ കൂട്ടക്കൊല നടക്കും. അതോടുകൂടി എന്തു പറ്റും? അധർമ്മം മുന്നിട്ട് നിൽക്കും. പിന്നെ അധർമ്മം മുന്നിട്ട് നിൽക്കുമ്പോൾ സ്ത്രീകൾ ദുഷിക്കും. പിന്നെ എന്താണ്, ജീവിതം നരകതുല്യമാകും, അനാവശ്യമായിട്ടുള്ള കുട്ടികൾ ജനിക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമാന്മാരെ പോലെ അർജുനൻ സംസാരിക്കുന്നു. പക്ഷേ എന്താണ്, മണ്ടന്മാരെ പോലെ ആവശ്യമില്ലാത്ത കാര്യത്തെ പറ്റി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാര് ജീവിച്ചിരിക്കുന്നവരെ പറ്റിയോ മരിച്ചവരെ പറ്റിയോ വിലപിക്കാറില്ല. എന്ന് മാത്രമല്ല, ഞാനും നീയും ഈ കാണുന്ന സൈന്യങ്ങളും എല്ലാവരും മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, നാളെയും നമ്മളെല്ലാം ഉണ്ടാകും. നമ്മുടെ ശരീരം മാത്രമാണ് നശിക്കുന്നത്. നമ്മൾ ആത്മാക്കളാണ്. ആത്മാവിന് മരണമില്ല. ഈ ശരീരം എന്താണ്, ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ ഒരു ഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ തീരുകയല്ല, പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല. നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് പോകലാണ് ഈ മരണം എന്ന് പറയുന്നത്. മരണത്തിലൂടെ എല്ലാം അവസാനിക്കലല്ല, വീണ്ടും ആരംഭിക്കലാണ്. അപ്പം അതില് എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ
കുറിച്ച് ചിന്തിച്ച് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അത് പോകുന്നു. അപ്പം അതിനാൽ ഈ സുഖദുഃഖങ്ങളിൽ നിന്നും അസ്വസ്ഥനാകാതെ നീ ഈ സമനില കൈവരിക്കുന്നവനാണ് മോക്ഷപ്രാപ്തിക്ക് അർഹൻ. നീ ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഭൗതിക ശരീരത്തിന് നിലനിൽപ്പ് ഇല്ല. ആത്മാവിന് മാത്രമേ എന്താ പറയാ പൂർണ്ണമായിട്ടുള്ള നിലനിൽപ്പുള്ളൂ. ശരീരം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മരണം കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും ആത്മാവ് സൂക്ഷ്മ ശരീരം, ആ ശരീരം നമ്മുടെ യഥാർത്ഥ ആ അവസ്ഥയിലേക്ക് മനബലിയോടുകൂടി 10 ദിവസം കൊണ്ട് ഈ പറയുന്ന ആദ്യത്തെ ദിവസം ശിരസ്, രണ്ടാമത്തെ ദിവസം കഴുത്ത്, മൂന്നാമത്തെ ദിവസം ഭുജങ്ങൾ, നാലാമത്തെ ദിവസം നെഞ്ച്, അങ്ങനെ വയറ്, ആമാശയം, ലിംഗം, ഇങ്ങനെ കണങ്കാല്, ഇങ്ങനെ തുടങ്ങി 10 ദിവസം കൊണ്ടാണ് ഈ പറയുന്ന ആ സൂക്ഷ്മ ശരീരി പിണ്ട ശരീരിയായിട്ട് മാറുന്നത്. അങ്ങനെ പിണ്ട ശരീരിയായ ആത്മാവ് ഹസ്തമാത്രേ ആയിരിക്കും, നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പം ഉണ്ടാവും. ആ ആത്മാവ് ഈ പറയുന്ന 10, 13, 16 ദിവസം ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാണ് പിന്നെ ആളിനെ കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും ആര് വരുന്നത്? ആദ്യം വന്നു, അത് കഴിഞ്ഞ് മനസ്സിന്റെ വേഗതയിൽ പോയി വന്നു, പിന്നെ വീണ്ടും ഇവിടെ 16 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ആത്മാവിനെ, പിണ്ടശരീരിയായ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് യമരാജാവിന്റെ കിങ്കരന്മാര് വീണ്ടും വരും. അങ്ങനെ അവര് വന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നരകത്തിൽ കൊണ്ടുപോയി വീഴ്ച. അത് പാപികളുടെ കാര്യമാണ് പറയുന്നത്, ഭക്തന്മാരുടെ കാര്യമല്ല. ഭക്തന്മാർക്ക് ഈ യാത്രയൊന്നുമില്ല. ഭക്തന്മാർ മരണസമയം തന്നെ ശരീരം വെടിഞ്ഞ് നേരെ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത്. പുണ്യവാന്മാർ ആ സൗരമണ്ഡലം വഴി ഈ പറയുന്ന സ്വർഗീയ ലോകങ്ങളിലേക്ക് 90. അപ്പോ അങ്ങനെ ഈ ആത്മാവ് 1 വർഷം കൊണ്ട് നരകലോകത്ത് ചെന്നിട്ട് അവിടെ യമരാജാവിന്റെ മുമ്പിൽ എത്തിക്കും. അത് കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞിട്ട് 28ഓളം നരകങ്ങളിൽ യാതന അനുഭവിക്കാൻ വേണ്ടി യാതന ശരീരം സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് യാതനയൊക്കെ പൂർത്തിയായി പിന്നെ അയാൾ വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു, പിതൃശരീരം. ആ പിതൃശരീരം സ്വീകരിച്ച് അയാൾ ആ പിതൃലോകത്ത് കഴിയും. തൻ്റെ കർമ്മങ്ങൾക്ക് അനുയോജ്യമായി തിരിച്ച് നമ്മൾ ഇവിടെ ഓരോ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് വർഷങ്ങൾ, ചിലപ്പോൾ 100 വർഷം, ചിലപ്പോൾ 1000 വർഷം, ചിലപ്പം 10 വർഷം, ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 1 വർഷം, എങ്ങനെയാണോ നമ്മുടെ കർമ്മങ്ങൾക്ക് ആപ്റ്റായ ഒരു കുടുംബത്തിൽ ജനിക്കാൻ വേണ്ടി. ഉദാഹരണം, കോഴിയൊക്കെ കൊല്ലുന്നവര് ആ കോഴി മനുഷ്യനും നമ്മൾ ആ കോഴിയുമാകണം. അപ്പൊ അതിന് ആ കോഴിയുടെ ആത്മാവ് പാകമായിട്ട് ഒരു മനുഷ്യനായിട്ട് ജനിക്കണം. അപ്പോഴേ നമ്മൾ ഒരു കോഴിയായിട്ട് ഭൂമിയിൽ വരുള്ളൂ. ആ കോഴി മനുഷ്യനും നമ്മൾ കോഴിയും ആകണം. കാരണം ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ തുല്യമാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ ആ ജീവിയെ കൊന്നത് കൊണ്ട് തന്നെ ആ കോഴിക്ക് നമ്മളെ കൊല്ലാനുള്ള ഒരു അവസരമാണ് പിന്നെ കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഒരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാളാൽ പറ്റിക്കപ്പെടാനായിട്ട് അയാളും ജനിക്കണം, നമ്മളും ജനിക്കണം. അപ്പൊ കർമ്മങ്ങൾ വളരെ സങ്കീർണമാണ്, വളരെ ഗുപ്തമാണ്, വളരെ ഭീകരമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വളരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഈ ജനന മരണ ചക്രത്തിൽ കൊടുക്കും. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ശാരീരികമായ പ്രവൃത്തി മാത്രമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിന്തകൾ അത് കർമ്മമാണ്, നമ്മുടെ സംസാരങ്ങൾ അത് കർമ്മമാണ്, നമ്മുടെ ശാരീരിക പ്രവൃത്തികൾ അതും കർമ്മമാണ്. ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു യാത്രയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരാഴ്ച, 1 മാസത്തിന് മുൻപ് തീരുമാനിക്കും എപ്പോൾ പോകണം, ഏത് വണ്ടിയിൽ പോകണം, എന്തൊക്കെ കൊണ്ടുപോകണം, എവിടെ ഹാൾട്ട് ചെയ്യണം, ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കണം, ഇല്ലേ? അതുപോലെ ഒരു ഭീകരവാദി ബോംബ് വയ്ക്കുമ്പോൾ എവിടെ വയ്ക്കണം, എവിടെ പ്രൊട്ടക്ഷൻ പോലീസ് ഉണ്ട്, എവിടെ പോലീസ് ഇല്ല, എവിടെ സുഖമായി കൊണ്ട് വയ്ക്കാൻ പറ്റും, ഇതൊക്കെ അവൻ പഠിച്ചിട്ടാണ് അവൻ വയ്ക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ചിന്തിക്കും, ആലോചിക്കും. അപ്പൊ ആ ചിന്തകൾ കർമ്മങ്ങളാണ്. പിന്നെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ. നമ്മൾ സംസാരിക്കുമ്പോൾ പലരെയും നമുക്ക് വേദനിപ്പിക്കാൻ പറ്റും, പലരെയും സന്തോഷിപ്പിക്കാനും പറ്റും. ഈ വേദന നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ പലരും ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ടാവും, ഇല്ലേ? അപ്പൊ അങ്ങനെ ആയുധത്തിനേക്കാൾ മൂർച്ചയുണ്ടാവും ചിലരുടെ സംസാരത്തിന്. അപ്പൊ അതുകൊണ്ട് സംസാരവും ഒരു കർമ്മമാണ്, ചിന്തകൾ കർമ്മമാണ്, ഈ പറയുന്ന ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള പ്രവൃത്തികളും കർമ്മമാണ്. എന്നാൽ ഈ മൂന്നും നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കേസാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഓരോ കർമ്മങ്ങളായിട്ട് നമ്മളെ വന്ന് കൊടുക്കും.
അപ്പൊ എനിവേ എന്തായാലും ഇങ്ങനെ ശരീരം പിന്നെ ഈ പറയുന്ന പിതൃശരീരമായിരിക്കുന്ന ആ ആത്മാവിന് ഭൂമിയിൽ ഭൗതിക ലോകത്ത് വന്ന് ജനിക്കാൻ ആപ്റ്റായിട്ടുള്ള ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അയാൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് തിരിച്ചു പകരം ചെയ്യാനുള്ള ആ ജീവജാലങ്ങളെല്ലാം എത്തുമ്പോഴാണ് അയാൾ വീണ്ടും ഈ ഭൗതിക ലോകത്തേക്ക് വന്ന് ജനിക്കുന്നത്. നമ്മളിപ്പോ 100 വർഷത്തോളം എടുത്തിട്ടാണ് അയാൾ അന്ധനായിട്ടുള്ള ഒരു രാജാവായിട്ട് മാറിയത് എന്നുള്ള ഒരു കഥ, ആ പക്ഷികളെ കൊന്ന കഥ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ 100 വർഷത്തോളം എടുത്തു. അപ്പൊ ഭഗവാൻ പറയും അപ്പൊ ഇദ്ദേഹം ചോദിക്കും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ 100 വർഷം, അതിനുള്ള അതിനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി പ്രകൃതി ഇങ്ങനെ നമ്മളെ കാത്തു വെച്ചിരിക്കും. അപ്പൊ ഇത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞു വരുന്നത് ശരീരം സ്വീകരിക്കുന്ന കാര്യമാണ്. ആത്മാവിന് മാറ്റമില്ല, ശരീരത്തിനാണ് മാറ്റം. അതിൽ തന്നെ 84 ലക്ഷം ജീവവർഗങ്ങളുണ്ട്. ആ ജീവവർഗങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ ആത്മാവ് കടന്നു പോകുന്നത്. ഇത് കൂടാതെയാണ് ഈ പറയുന്ന ഈ മനുഷ്യജന്മത്തിൽ തന്നെ ഈ പറഞ്ഞ 4 ശരീരങ്ങളെ കുറിച്ച് കൂടി ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോ എന്താണ് അർജുനന്റെ അടുത്ത് നീ ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? മനസ്സിനെ ശരിയായ രീതിയിൽ ചിന്തിക്കാനും ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വാർദ്ധക്യത്തിലേക്ക് കടന്നതുപോലെ മരണശേഷം മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. അപ്പൊ സുഖദുഃഖങ്ങളിൽ അസ്വസ്ഥനാകാതെ മരണശേഷം പിന്നെന്താണ് നമ്മുടെ ശരീരമല്ല ആത്മാവ് വേറൊരു ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് സുഖദുഃഖങ്ങളിൽ അസ്വസ്ഥനാകാതെ ഇരിക്കുന്ന ആള് മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അത് മാത്രമല്ല ഭൗതിക ശരീരത്തിന് നിലനിൽപ്പില്ല, ശരീരം മാറിക്കൊണ്ടേയിരിക്കും, ആത്മാവിന് നാശവുമില്ല. ആത്മാവിനെ എന്താണ് കൊല്ലാനോ അല്ലെങ്കിൽ ഒരാത്മാവ് നമ്മളെ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നതേയില്ല. ശരീരത്തിന് മാത്രമാണ് ഈ കൊല എന്ന് പറയുന്ന അല്ലെങ്കിൽ നാശം എന്ന് പറയുന്നത് അവസ്ഥയുള്ളൂ. ആത്മാവിന് ജനന മരണങ്ങളേ ഇല്ല, അത് നിത്യനും ശാശ്വതനുമാണ്. പഴയ ഉടുപ്പുകള് മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ പഴകിയ ശരീരത്തെ വെടിഞ്ഞ് ദേഹി അല്ലെങ്കിൽ ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കുന്നു. ആത്മാവിനെ മുറിക്കാനാകില്ല, ദഹിപ്പിക്കാനാവില്ല, നനയ്ക്കാനാവില്ല, ശ്വസിപ്പിക്കാനാവില്ല. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഉറപ്പാണ്. മാത്രമല്ല ക്ഷത്രിയന് തന്റെ കാത്തി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധം അത് പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല ആ കടമ നിർവഹിക്കാതിരുന്നാൽ അതാണ് പാപം. ക്ഷത്രിയന് ഈ പറഞ്ഞ ധർമ്മയുദ്ധത്തിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടു പോയ രാജ്യം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ അതാണ് പാപം. അതുകൊണ്ട് നീ നരകം പ്രാപിക്കും, ജനം നിന്നെ പഴിക്കും. മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് ഈ പറഞ്ഞതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് 32-ാം അധ്യായം 33-ല് ഈ ഭഗവാൻ പറഞ്ഞു നിർത്തിയതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചത്. ഈ ദിവസം നമ്മൾ ക്ലാസ് 34 തൊട്ട് തുടങ്ങുന്നു. അപ്പം 34 വായിക്കാം. അകീർത്തിം ചാവി ഭൂതാനി കഥയിഷ്യന്തി ദേവയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരെ ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. അതിന്റെ ഭാവാർത്ഥം ഇങ്ങനെ പറയുന്നു: സുഹൃത്തിന്റെയും തത്വചിന്തകന്റെയും നിലയിൽ കൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്യില്ലെന്ന അർജുനന്റെ നിശ്ചയത്തെ പറ്റി അവസാന വിധി അരുളുകയാണ്. അർജുന, പോരിന് മുമ്പ് നീ തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ ഭീരു എന്ന് വിളിക്കപ്പെടും. രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണ് എന്ന് വിചാരിക്കുക, നിനക്ക് ദുഷ്പേരുണ്ടാകും. ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഉപദേശം. നിന്നെ പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി. മരണത്തെ ഭയന്ന് ഇവിടം വിട്ട് ഓടരുത്. മരണമാണ് അതിലും ഭേദം. എൻ്റെ സൗഹാർദ്ദം ദുരുപയോഗപ്പെടുത്തിയെന്നും സമൂഹത്തിൽ നിനക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയെന്നുമുള്ള ദുഷ്പേരിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഭഗവാന്റെ അന്തിമ തീരുമാനം. അപ്പോൾ ഇവിടെ എന്താ പറയുന്ന, ദുര്യോധനൻ, കർണൻ, ദ്രോണൻ, ഭീഷ്മർ തുടങ്ങി മഹാരാജന്മാരെ കണ്ടിട്ട് ഭയപ്പെട്ടാണ് യുദ്ധത്തിൽ നിന്ന് അർജുനൻ
യുദ്ധത്തിൽ നിന്ന് മാറിയത്. ഇത് 34-ാമത്തെ 34 വരെ നിങ്ങൾ ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥഃ യേഷാം ച ത്വാം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്ത് നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസാരനായി കരുതും. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് തന്റെ തീരുമാനം തുറന്ന് പറയുന്നു. ദുര്യോധനൻ, കർണൻ മുതലായ മഹാരഥന്മാർ നീ ഭയപ്പെട്ടാണ് സ്ഥലമിട്ടതെന്നേ കരുതുകയുള്ളൂ. മറിച്ച് സ്വന്തം മുത്തച്ഛനോടും സോദരന്മാരോടുമുള്ള കനിവ് കൊണ്ടാണെന്ന് ഓർക്കാൻ ഇടയില്ല. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ പോയതെന്ന് അനുമാനിച്ച് നിന്നെക്കുറിച്ച് അവർക്ക് ഉള്ള മതിപ്പ് അത്രയും നശിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെയാണ് ദുര്യോധനൻ, കർണൻ, ദ്രോണൻ, ഭീഷ്മർ തുടങ്ങിയ മഹാരഥന്മാരെ ഭയപ്പെട്ടാണ് അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്ന് ആൾക്കാർ കരുതും. മുത്തശ്ശനോടും ഗുരുവിനോടും സഹോദരന്മാരോടും പിതൃതുല്യരോടുമുള്ള സ്നേഹവും കാരുണ്യവും കൊണ്ടാണ് എന്ന് ആരും കരുതില്ല. അപ്പൊ അർജുനൻ ഇത്രയും പറയുന്നത് എന്തുകൊണ്ടാണ്? അർജുനൻ ഒരു ഭക്തനാണ്. ഭക്തന്മാരുടെ ഒരു പ്രധാന ലക്ഷണം എന്താണ്? കാരുണ്യം. അവർക്ക് ദയ, മറ്റുള്ള ആൾക്കാരോട് കാരുണ്യം, ദയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബന്ധുമിത്രാദികളോടും ഒക്കെ വളരെ സ്നേഹപൂർവമായ പെരുമാറ്റമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അർജുനന് ഈ പറയുന്ന തന്റെ ബന്ധുമിത്രാദികളോടുള്ള സ്നേഹം കാരണമാണ് അർജുനൻ യുദ്ധം ചെയ്യേണ്ട, ഇവരെയൊക്കെ കൊന്നുകൊണ്ട് ഇത്ര ലോകം തന്നെ തന്നാലും എനിക്ക് വേണ്ട, ഞാൻ പിന്നെയല്ലേ ഈ മണ്ണ് എന്ന് പറഞ്ഞ് അർജുനൻ മാറി നിൽക്കുകയാണ്. പക്ഷേ ലോകരെങ്ങനെ കരുതും? ഈ പറയുന്ന ഭീഷ്മര്, പിന്നെന്താണ് ദ്രോണാചാര്യര്, ഇവരൊക്കെ കണ്ട് ഇവരൊക്കെ ഭയപ്പെട്ട് ഓടിയത്. യഥാർത്ഥ അവസ്ഥ എന്താണ് നമുക്ക് എന്താണ്? അപ്പൊ അർജുനൻ ഭയങ്കര വില്ലാളി വീരൻ. ഈ ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരെ തന്നെ ഏറ്റവും മികവുറ്റവനാണ്. സ്വന്തം പറഞ്ഞു കൊടുത്തതിനേക്കാൾ കൂടുതൽ അറിവുകൾ ദ്രോണാചാര്യര് ഈ പറയുന്ന അർജുനനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം അടുത്ത ബന്ധം കൂടിയാണ് ദ്രോണാചാര്യൻ അർജുനനോടുണ്ടായിരുന്നു. അങ്ങനെ അർജുനൻ ദ്രോണാചാര്യർക്ക് ഈ പറയുന്ന ദ്രുപദരാജാവിന്റെ പകുതി രാജ്യമെല്ലാം മേടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോ മഹേന്ദ്രനെ അർജുനൻ തോൽപ്പിച്ചോടിച്ചു കളഞ്ഞു. അതുകൂടാതെ മഹാദേവനെ യുദ്ധത്തിൽ വെല്ലുവിളിച്ച് മഹാദേവന് സമ്മാനങ്ങളായിട്ട് പാശുപതാസ്ത്രമൊക്കെ നേടിയിട്ടുണ്ട്. കൂടാതെ വിരാട രാജധാനിയിൽ ഇവര് ഈ അജ്ഞാതവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് സൈരന്ധ്രിയായിട്ട് ആരാധിക്കുന്നു ഈ പറയുന്ന അർജുനൻ ഒരു പെണ്ണിന്റെ വേഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്ന കൗരവന്മാര് അവിടുത്തെ പശുക്കളെ മോഷ്ടിക്കുന്നുണ്ട് വിരാട രാജാവിന്റെ. അങ്ങനെ വലിയ ഒരു യുദ്ധം നടക്കുമ്പോൾ ഈ സ്ത്രീയായി വേഷം കെട്ടിയ അർജുനൻ ഇവരെല്ലാം ഈ കൗരവ ഈ പറയുന്ന ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ഒക്കെ തോൽപ്പിച്ച് ഓടിക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. അപ്പോ അർജുനന് ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും ഒരു പേടിക്കേണ്ട കാര്യമേ ഇല്ല. അർജുനന് ശരിക്കും പറഞ്ഞാൽ അർജുനന് ഇവരോടുള്ള സ്നേഹ, കാരുണ്യം, ബഹുമാനങ്ങളൊക്കെ കൊണ്ടാണ്, അല്ലാതെ പേടി കൊണ്ടല്ല. അവരോടുള്ള ബഹുമാനവും സ്നേഹവും ദയവും കാരുണ്യം കൊണ്ടൊക്കെയാണ്. പക്ഷെ ലോകരെങ്ങനെ കരുതും? ലോകര് കരുതുന്നത് എന്തായിരിക്കും? ലോകര് കരുതുന്നത് ഇവരെയൊക്കെ കണ്ട് പേടിച്ച് അർജുനൻ പ്രത്യേകിച്ച് അവരൊക്കെ ഇത് മാത്രമല്ല, അവർക്ക് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പാണ്ഡവരുടെ സൈന്യം എത്രയാണ്? 7 അക്ഷകുണിയേ ഉള്ളൂ. മറ്റവർക്ക് കൗരവർക്കാണെങ്കിലോ 11 അക്ഷകുണി പടയുണ്ട്. അപ്പം കൂടുതൽ ഒരു 4 അക്ഷകുണി പട കൂടുതൽ കൗരവർക്കുണ്ട്. അപ്പം ഈ വലിയ പടയെ കണ്ടുകൊണ്ട് അർജുനന് പേടി തോന്നിയെന്നും വേണമെങ്കിൽ അവർ വ്യാഖ്യാനിക്കാം. അപ്പോ മറിച്ച് അർജുനന് യഥാർത്ഥത്തിൽ ഇവരെയൊന്നും കണ്ടിട്ട് ഒരു പേടി അർജുനനില്ല. അർജുനന് ഒറ്റയ്ക്ക് നിന്ന് തന്നെ അർജുനൻ ഈ പറയുന്ന യുദ്ധം ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ക്ഷത്രിയനായ അർജുനൻ യുദ്ധത്തിൽ നിന്ന് മാറുന്നത് അകീർത്തികരമാണ്. കീർത്തി കൂട് നഷ്ടപ്പെടും. സാധാരണ ഒരു മനുഷ്യൻ മാറുന്നത് പോലെ അല്ല.
അർജുനന് ഇത്രയും കീർത്തികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇന്ദ്രനെ തോൽപ്പിച്ചു, മഹാദേവനെ യുദ്ധത്തിൽ വെല്ലുവിളിച്ച് പോരാടി നിന്നു, പിന്നെ വിരാട രാജധാനിയിൽ വെച്ച് കൗരവരെ മൊത്തം തോൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ പല പല ഗന്ധർവന്മാരെയൊക്കെ അർജുനൻ തോൽപ്പിച്ചിട്ടുള്ള കഥകൾ നമുക്ക് മഹാഭാരതത്തിൽ വായിക്കാൻ പറ്റും. അപ്പോൾ ബന്ധുക്കളെ യുദ്ധത്തിൽ നിന്നും അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷിക്കാനല്ല, മറിച്ച് ഈ വലിയ സൈന്യത്തെ കണ്ട് പേടിച്ച് ഭയന്ന് പിന്മാറുന്നതായിട്ടേ ഈ മഹാരഥന്മാരെല്ലാം കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അർജുനനെ ഒരു നിസാരനായിട്ട് കണക്കാക്കും വേണമെന്ന് വെച്ചാൽ. മാത്രമല്ല കൗരവർക്ക് അർജുനെ കുറിച്ച് വളരെ മോശമായിട്ട് കരുതും. അവർ ഇതുവരെയുള്ള ഈ കഴിവുകളെയൊക്കെ അവർ പുച്ഛിച്ച് തള്ളും. എന്തോ ഭാഗ്യം കൊണ്ട് ഈ അഭ്യാസത്തിലൂടെ ദ്രൗപദിയെ നേടി, എന്താ പറയാ, പാശുപതാസ്ത്രം ചുളിവില് മഹാദേവനിൽ നിന്ന് ഒപ്പിച്ചെടുത്താണെന്ന് വേണമെങ്കിൽ പറയും. ഇന്ദ്രനെ തോൽപ്പിച്ചത് അച്ഛനും മകനും തമ്മിലുള്ള കളി കൊണ്ടാണെന്ന് പറയും. പിന്നെ എന്തൊക്കെ ഭാഗ്യം കൊണ്ട് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ജയിച്ചു എന്നൊക്കെ ഈ കൗരവര് പറഞ്ഞു പരത്തും. അതുകൊണ്ട് ക്ഷത്രിയനായിട്ടുള്ള നീ, നിനക്ക് പ്രത്യേകിച്ച് ഇത്രയും മഹാനായിട്ടുള്ള നിനക്ക് അതൊക്കെ വളരെ മോശം പേരുണ്ടാക്കും. അത് അകീർത്തികരമാണ്. പ്രത്യേകിച്ച് നിന്നോട് പണ്ടേ കൗരവർക്കെല്ലാം ഭയങ്കര അസൂയാണ്. അപ്പോ അവര് നിന്നെപ്പറ്റി എന്തെങ്കിലും ഒരു അപവാദം പറഞ്ഞുണ്ടാക്കാൻ കാത്തിരിക്കുകയാണ്. അതിനായിട്ട് നീ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ഭംഗ്യന്തരേണ ഭഗവാൻ അർജുനനോട് പറയുകയാണ്. അപ്പോൾ ക്ഷത്രിയനായ നിന്റെ സ്വധർമ്മമാണ് യുദ്ധമെന്ന് കണ്ട് നീ യുദ്ധം ചെയ്യാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ സ്വധർമ്മം, ക്ഷത്രിയന്റെ സ്വധർമ്മം എന്താണ്? ക്ഷത്രിയന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അർഹതപ്പെട്ട രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ഇപ്പോ ബ്രാഹ്മണരുടെ സ്വധർമ്മം എന്താണ്? പഠനം, പാഠനം, പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ക്ഷത്രിയർക്ക് പരിപാലനം, എന്താണ്? സംരക്ഷണം, തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, അവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ക്ഷത്രിയരുടെ ഡ്യൂട്ടി. വൈശ്യർക്ക് എന്താണ് ഡ്യൂട്ടി? വൈശ്യർക്ക് അവർക്ക് സത്യസന്ധമായ രീതിയിൽ കച്ചവടം. ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല, പണ്ട് അങ്ങനെയൊക്കെയാണ് ആയിരുന്നത്. സത്യസന്ധമായ രീതിയിൽ മായം ചേരാത്ത സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക്, കള്ള പരസ്യങ്ങളൊന്നും പറയാതെ അവർക്ക് ജനത്തിന് കൊടുത്ത് മാന്യമായ ലാഭം എടുക്കുക. ഇതാണ് വൈശ്യരുടെ. പിന്നെ അവർക്ക് കൃഷിയും ഗോരക്ഷയൊക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ശൂദ്രർക്കാണെങ്കിൽ എന്താണ്? അവർക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങളെയൊക്കെ സേവിക്കുക, അവരിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ ഇത് മുമ്പുണ്ടായിരുന്നതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊന്നും ഇല്ല. ഈ ഒരു അവസ്ഥയൊക്കെ മാറിപ്പോയി. ഇപ്പൊ എല്ലാവരും ശൂദ്രന്മാരാണ്. ശൂദ്ര സംഭവമാണ്. മൊത്തത്തിൽ ശൂദ്രന്മാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണര് പോലും ദ്വിജൻ എന്ന് പറയപ്പെടുന്നു. ബ്രാഹ്മണ ഉപനയനത്തിലൂടെ മാത്രമാണ് ബ്രാഹ്മണർ പോലും ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണ്യത്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ ഈ കലിയുഗത്തിൽ ആരും ഇവിടെ ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരൊന്നും ഇല്ല. എല്ലാവരും ശൂദ്രന്മാര് തന്നെയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഗുണം, ഒരാളുടെ ചാതുർവർണ്ണ്യം മയാസിഷ്ടം ഗുണ കർമ്മ വിഭാഗ, ഒരാളുടെ ഗുണവും അയാളുടെ സ്വഭാവവും അവരുടെ ചെയ്യുന്ന പ്രവൃത്തികളും അടിസ്ഥാനമായി ഒരാളുടെ ജാതി തീരുമാനിക്കുന്നത്. ആ രീതിയിൽ വേണം നമ്മൾ ഇന്നത്തെ കാലത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെ കണക്കാക്കാൻ. അപ്പോൾ ആധ്യാത്മികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവര്, മറ്റുള്ളവർക്ക് ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവര്, ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുന്നവര്, ഇവരെല്ലാം ബ്രാഹ്മണ ക്വാളിറ്റി നിൽക്കും. മറിച്ച് ഈ പറയുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടതായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, ഈശ്വരാവബോധത്തിൽ ജനങ്ങളെ നയിക്കാൻ കഴിവുള്ള ഭരണാധികാരികളെ ക്ഷത്രിയരെന്ന് വിളിക്കാം. അവിടെ മറ്റു ജാതിയൊന്നും ബാധകമല്ല. പിന്നെ വൈശ്യര് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അവരും ഈശ്വരാർപ്പണമായിട്ട് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ന്യായമായ നിലയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെയൊക്കെ വൈശ്യരെന്ന് പറയാം. പിന്നെ ഈ പറയുന്ന എല്ലാവരുടെയും സേവന മനോഭാവം, എന്ത് സേവനം ചെയ്യുന്നതിനും താല്പര്യമുള്ള സ്വയമേവ അങ്ങനെയുള്ള സേവന മനോഭാവമുള്ളവരെല്ലാം ശൂദ്രരായിട്ടും ഇന്നത്തെ കാലത്ത് കണക്കൂട്ടാം. ഇത് കൂടാത്ത സ്വധർമ്മം തന്നെ മറ്റു ചില രീതിയിലും പോകുന്നുണ്ട്. ഇപ്പം ബ്രഹ്മചരി. അപ്പൊ ബ്രഹ്മചാരിയുടെ സ്വധർമ്മം എന്താണ്? ബ്രഹ്മചാരിയുടെ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് അറിവിനെ മാത്രം ചിന്തിച്ച് അറിവിന് വേണ്ടി മാത്രം ജീവിക്കേണ്ട സമയമാണ് ബ്രഹ്മചര്യം. പണ്ടത്തെ കാലത്ത് ഗുരുകുലത്തിൽ അച്ഛനമ്മയൊക്കെ വിട്ട് ഗുരുകുലത്തിൽ പോയി
അവിടെ നിന്നാണ് ആധ്യാത്മികപരമായ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൽ വേറെ ഒന്നും കടന്നു വരില്ല. ഇന്നത്തെ കാലത്ത് മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കടന്നു വരും. എന്തൊക്കെ പാടില്ല, കാണാൻ പാടില്ലാത്തത്, എന്തൊക്കെ എന്താ പറയാ, ചിന്തിക്കാൻ പാടില്ല, ഇതെല്ലാം നമുക്കിന്ന് മൊബൈലിലുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലേ നശിച്ചു പോവുകയാണ് കുട്ടികളൊക്കെ. പിന്നെന്താണ് അടുത്ത ഗാർഹസ്ഥ്യം. ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ രീതിയിൽ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കി കുടുംബത്തെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് കൃഷ്ണാബോധത്തോടു കൂടി നയിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഗാർഹസ്ഥ്യം. അങ്ങനെയുള്ള ഗൃഹസ്ഥന്റെ ധർമ്മം ശരിയായ രീതിയിൽ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ നയിക്കലാണ്. പിന്നെ വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ്. അതിപ്പം വീട്ടിലിരുന്നാലും ചെയ്യാം, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ആശ്രമത്തിൽ കഴിയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹിമാലയ പ്രദേശം ഉള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകാം, ഗുഹകളിൽ മലകളിലൊക്കെ ഇരുന്ന് ചെയ്യാം. ഈ എന്തെങ്കിലും കാരണം കൊണ്ട് കുടുംബത്തോട് പിണങ്ങി എല്ലാം ജീവിതം വെറുത്തു പോകുന്നതല്ല വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന് എൻ്റെ സേവനത്തിൽ ഏർപ്പെടാനും സ്വസ്ഥമായിട്ട് അത് അനുഷ്ഠിക്കാനും ഒക്കെ ഉള്ള ഒരവസ്ഥയാണ് വാനപ്രസ്ഥം. പലരും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുടുംബ പ്രശ്നം, ഓഫീസ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടി ആശ്രമത്തിലൊക്കെ ചെന്ന് ചേരുന്നവരുണ്ട് ചിലർ. എല്ലാവരും അല്ല, ചിലർ. അതൊന്നും അല്ല വാനപ്രസ്ഥം. പിന്നെന്താണ് സന്യാസം. സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ലോകത്ത് എന്ത് നടന്നാലും അത് എന്നെ ബാധിക്കില്ല, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഭൗതികമായിട്ട് ഒന്നിനോടും താല്പര്യമില്ലാതെ മനസ്സാ വാച കർമ്മണ ഭഗവാനെ പൂർണ്ണമായിട്ടും സേവിച്ച് ആ ഭഗവാന് വേണ്ടിയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിതം ഭഗവാന് സമർപ്പിക്കലാണ് സന്യാസം. അങ്ങനെ ഈ രണ്ട് രീതിയിലും, വർണ്ണാശ്രമ ധർമ്മത്തിലെ ഉള്ള രണ്ട് രീതിയിലുമുള്ള സ്വധർമ്മം നമ്മളിവിടെ പറഞ്ഞു. അപ്പോ അടുത്തത് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം 36-ാമത്തെ ശ്ലോകമാണ്. അവാച്യ നിന്ദസ്തവ സാമർഥ്യം തതോ ദുഃഖതൻ. അതിന്റെ വിവർത്തനം: ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും, ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്. ഭാവാർത്ഥം: ആദ്യം അർജുനന്റെ അസ്ഥാനത്തായ അനുകമ്പ ആവേശം കണ്ട് കൃഷ്ണൻ വിസ്മയിച്ചു. അത് അനാര്യന്മാർക്ക് മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അർജുനന്റെ കരുണാഭാവത്തെ പറ്റിയുള്ള തൻ്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ എന്താണ്? അവാച്യ വാദാംശ ബഹുൻ വദിഷ്യന്തി തവാഹിത. ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും, ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്. നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുകിം. അപ്പോ എന്താണ്? ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും, ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ് എന്നാണ് ഭഗവാൻ അർജുനനോട് ചോദിച്ചത്. അപ്പം ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അർജുനന്റെ അനുകമ്പാവേശം കണ്ട് ഭഗവാൻ വിസ്മയിച്ചു. അർജുനന് ഇവരോടുള്ള ബന്ധുമിത്രാദികളോടും ഗുരുജനങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ തോന്നിയ ആ അനുകമ്പാവേശം കണ്ടിട്ട് ഭഗവാന് വിസ്മയമായി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അർജുനൻ ക്ഷത്രിയ വംശത്തിൽ പിറന്നവനാണ്. അത് മാത്രമല്ല, ഇത്രയും കഷ്ടപ്പാടുകൾ, ഒരു കുറ്റവും ചെയ്യാതെ കാട്ടിൽ താമസിക്കേണ്ടി വന്നു. തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇന്ദ്രപ്രസ്ഥം അടക്കം കള്ളച്ചൂതിലൂടെ നഷ്ടപ്പെടുകയും അങ്ങനെ ഇത്രയും വർഷം കാട്ടിൽ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് 1 വർഷം അജ്ഞാതവാസം നയിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടുകൂടി ആദ്യം സന്ധി സംഭാഷണം, സമാധാനപൂർണ്ണമായിട്ട് എങ്ങനെയെങ്കിലും തിരിച്ച് പകുതി രാജ്യവും ഇന്ദ്രപ്രസ്ഥമൊക്കെ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള സന്ധി സംഭാഷണം അതിന് ഭഗവാനെ വിട്ടു. ആ സന്ധി സംഭാഷണമെല്ലാം പരാജയപ്പെടുന്നു. അത് കഴിഞ്ഞ് വീറോടുകൂടി തികഞ്ഞ എന്താ പറയാ വെല്ലുവിളിയോടുകൂടി ധൈര്യത്തോടുകൂടി യുദ്ധം ചെയ്യാൻ വന്ന ആളാണ് ആര്? അർജുനൻ. അങ്ങനെയുള്ള അർജുനൻ ഇപ്പോൾ വല്ലാതെ അനുകമ്പാപൂർവം തൻ്റെ ബന്ധുമിത്രാദികളെ കൊല്ലുന്നതിന് എനിക്ക് താല്പര്യമില്ല, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് ത്രിലോകം വേണ്ട, ഞാൻ എന്നെ വേണമെങ്കിൽ അവർ കൊന്നോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാന് വിസ്മയം തോന്നി. ഇത് അനാര്യന്മാർക്ക് മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു.
ആര്യന്മാരെന്ന് പറയുന്നത് സംസ്കാരമുള്ള ജനങ്ങളാണ് ആര്യന്മാർ. ആര്യന്മാരിൽ നിന്നാണ് ഈ സംസ്കാരങ്ങളെല്ലാം ഉണ്ടായത്. അവര് നല്ല പാണ്ഡിത്യമുള്ളവരായിരിക്കും, നല്ല എന്താ പറയാ, ജനനമരണ ചക്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അറിവുണ്ടായിരിക്കും, നല്ല വൃത്തിയുള്ളവരായിരിക്കും, നല്ല ശുദ്ധിയുള്ളവരായിരിക്കും, നല്ല നല്ല കാണാനും എന്താ പറയാ, എന്താ തേജസ്സും ഉള്ളവരായിരിക്കും, ശക്തിമാന്മാരായിരിക്കും, അറിവും വിവേകവും ഒക്കെ ഉള്ളവരായിരിക്കും, ഒന്നിനും ഭയത്തരായിരിക്കും. ഇവിടെ അനാര്യനായിട്ടാണ് അർജുനനെ ഭഗവാൻ വർണ്ണിക്കുന്നത്. കാരണം എന്താണ്? ഈ പറഞ്ഞ ക്വാളിറ്റി ഒന്നും അർജുനനിൽ കാണുന്നില്ല. ശരിക്കും അർജുനൻ ആരാണ്? ആര്യനാണ്. ആര്യൻ എന്ന് പറയുമ്പോൾ സംസ്കാര സമ്പന്നമായ ഒരു കുടുംബത്തിൽ, ഒരു കുലത്തിൽ ജനിച്ച ആളാണ് അർജുനൻ. പക്ഷെ ഇപ്പോൾ അർജുനൻ നിൽക്കുന്നത് എങ്ങനെയാണ്? സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ്. അപ്പോ ഈ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുക്കൾ കളിയാക്കിയാലോ ട്രോളിയാലോ ഒന്നും ഒരു കുഴപ്പമില്ലെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോ ഇവരോടൊക്കെ ഭയങ്കരമായ കാരുണ്യമാണ് അർജുനന് എപ്പോഴും തോന്നിയത്. ആ കാരുണ്യം നമുക്ക് ആവശ്യത്തിനേ പാടുള്ളൂ. എല്ലായ്പ്പോഴും കാരുണ്യം പാടില്ല. അപ്പൊ ഉദാഹരണത്തിന് ഒരു പാമ്പ് കടിക്കാൻ വരികയാണെന്ന് ഇരിക്കട്ടെ, നമുക്ക് എതിരെ ഒരു പാമ്പ് വരുന്നു, അയ്യോ അത് പാമ്പാണ്, അതിനെ കൊല്ലാൻ പാടില്ല, അതും ഒരു ജീവനുള്ളതാണ് എന്ന് പറഞ്ഞ് നിന്നാൽ അത് നമ്മളെ കൊത്തിയിട്ട് പോകും, ഇല്ലേ? അപ്പോൾ നമ്മൾ കിട്ടുന്ന ആ കമ്പെടുത്ത് അടിച്ച് കൊല്ലുക തന്നെ വേണം പാമ്പിനെ. അതുപോലെ പേ പിടിച്ച് ഒരു പട്ടി നമ്മളെ ഓട്ടിച്ചുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ ഓട്ടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എതിരെ വരുന്നു, അത് പട്ടിയാണ്, അത് കുഴപ്പമില്ല, അത് വേണമെങ്കിൽ കടിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കും? ഇല്ല, അവിടെ നമ്മൾ പട്ടിയെ കൊല്ലുക തന്നെ വേണം. കാരണം എന്താണ്? ആ പട്ടി നമ്മളെ മാത്രമല്ല കടിക്കുക, ഇനിയും പലരെയും കടിക്കും, പലർക്കും പേവിഷബാധ ഉണ്ടാകും, പലരും പേ പിടിച്ച് മരിക്കും. അപ്പോ അതുപോലെ ഒരു ഒരു ഭീകരനായ ഒരു കൊലയാളി വരികയാണ്, ഒരു കള്ളൻ നമ്മളെ ആഭരണമോ നമ്മളെ പണമോ കൊള്ളയടിക്കാൻ വേണ്ടി കയ്യിൽ കത്തിയുമായിട്ട് വരുന്നു, നമ്മളെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കരുണ പാടില്ല. ആ സമയത്ത് നമ്മൾ എങ്ങനെയും രക്ഷപ്പെടാനായിട്ട് കൈ കിട്ടുന്ന സാധനം കൊണ്ട്, അല്ലെങ്കിൽ തറയിൽ കിടക്കുന്ന ഒരു കരിങ്കല്ലെങ്കിലും എടുത്ത് അവന്റെ മൂക്ക് നോക്കി ഒറ്റ അടി അടിച്ചേക്കണം. അപ്പോൾ അവിടെ കൊല്ലണ്ട, അവൻ വീഴുന്നോളൂ അവിടെ. അപ്പൊ അവിടെയൊക്കെ കാരുണ്യം നമ്മൾ പ്രയോഗിക്കരുത്. അതുപോലെ ഭീകരവാദി, ഒരു ഭീകരൻ വരികയാണ്, വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് തോക്കുമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അവന്റെ മുമ്പിൽ കാരുണ്യം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. എന്താണ് കയ്യിൽ കിട്ടുന്നത് അപ്പോഴ് എടുത്ത് ഛാർദ്ദിക്കണം. ബാക്കി കേസെല്ലാം പിന്നെ നമുക്ക് അതിന് സമയമുണ്ട്. പക്ഷേ നമ്മുടെ ജീവൻ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. കാരണം ഈ ജീവൻ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ആ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ജനനം, എന്താണ് മരണം, എന്താണ് കർമ്മം, എന്താണ് ധർമ്മം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് ജനന മരണ ചക്രങ്ങളില്ലാത്ത ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ ശരീരം വേണം. ഈ ശരീരമില്ലാതെ നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, വല്ലവന്റെ വെട്ടുകൊണ്ട് ചത്താല് ദുർമരണമായി പോകും. അത് പിന്നെ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ആൾ 50 വയസ്സിൽ വെട്ടുകൊണ്ട് ചത്താൽ ബാക്കി 30 വർഷം പ്രേത ശരീരമായിട്ട് ഇങ്ങനെ കടന്ന് അലയേണ്ടി വരും. അത് അത് ഇതിനേക്കാൾ വളരെ ക്രൂരമായ അവസ്ഥയാണ്. കാരണം മനസ്സ്, ബുദ്ധി, അഹങ്കാരം ആത്മാവിനോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് സാധിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടാവും. പക്ഷെ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. ശരീരമില്ലാത്തത് കൊണ്ട് ഈ പ്രേതാത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? ദേഷ്യം, ക്രോധം ഉണ്ടാവും. ദേഷ്യം വല്ല കാര്യമുണ്ടോ? അപ്പൊ നമുക്കിത് നേടിയെടുക്കാൻ വേണ്ടി നമ്മളെക്കാൾ എന്താ വളരെ വീക്കായിട്ടുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഉള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കും. പലപ്പോഴും അത് പരാജയപ്പെടും. പക്ഷെ ചിലർ അതിൽ വിജയിക്കും. അങ്ങനെ ആ ശരീരത്തിൽ കയറി ആ ആളിനെ കൊണ്ട് ഇയാളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കും. അത് പിന്നെ അയാളെ പുറത്താക്കാൻ ഭയങ്കര പരിപാടികളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാരുണ്യം എന്ന് പറയുന്ന വാക്കിന് നമ്മൾ എപ്പോഴും ഒരേ ഇതല്ല കൊടുക്കേണ്ട, അർത്ഥമല്ല കൊടുക്കേണ്ടത്. കാരുണ്യം കാണിക്കേണ്ട സമയമുണ്ട്. കാരുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കാരുണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്താ പറയുക, ബ്രെയിൻ ഡെത്ത് ഒക്കെ വന്ന് മരിക്കാൻ കിടക്കുന്ന ആൾക്കാരാണ്. അവരുടെ ജീവിതം നമുക്ക് കണ്ടാൽ ദയനീയമാണ്. വളരെ എന്ന് പറഞ്ഞാൽ മരിച്ച് ജീവിക്കുകയാണ് അവർ. അവരൊക്കെ ശരിക്കും പറ്റുമെങ്കിൽ ഇപ്പോൾ പല രാജ്യങ്ങളും അതിന് അനുവാദം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അവരെ മരിപ്പിക്കാനായിട്ട് അനുവാദം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് സർക്കാർ. പണ്ടൊക്കെ അത് അനുവദിച്ചിട്ടിരുന്നില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ കാരുണ്യത്തിന് നമ്മൾ പല വെർഷൻസ് ഉണ്ട്. അതിൽ ഏതിന് എവിടെ എങ്ങനെ ചേർക്കണമെന്ന് നോക്കി വേണം നമ്മൾ കാരുണ്യം പ്രയോഗിക്കാൻ. എല്ലാവരിടത്തും കാരുണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അർജുനന്റെ മുമ്പിൽ നിൽക്കുന്നതെല്ലാം ആരാണ്? ശത്രുക്കളാണ്, അല്ലെങ്കിൽ തൻ്റെ രാജ്യം തട്ടിയെടുത്ത ആൾക്കാരാണ്. അപ്പോൾ
ആരെയൊക്കെ കൊല്ലാമെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതില് ഒന്ന് വീടിന് തീ വയ്ക്കുന്ന ആൾക്കാർ, 2 മാരകായുധങ്ങളാൽ ആക്രമിക്കാൻ വരുന്നവർ, 3 സ്വത്ത് കൊള്ളയടിക്കുന്നവർ, 4 ഭാര്യയെ അപഹരിക്കുന്നവർ, 5 ഭൂമിയെ തട്ടിയെടുക്കുന്നവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ വേദശാസ്ത്ര പ്രകാരം വിഷം കൊടുക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ളവരെ വേദശാസ്ത്രപ്രകാരം ഉറപ്പായിട്ടും നമുക്ക് കൊല്ലാമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിലുള്ള ഭൗതികമായിട്ടുള്ള നമ്മളുണ്ടാക്കിയ കോടതി ചിലപ്പോൾ നമ്മളെ ശിക്ഷിച്ചെന്നിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വേദങ്ങളിൽ പറയുന്ന അനുസരിച്ച് ദൈവത്തിന്റെ കോടതിയിൽ അതൊരു തെറ്റല്ല, ഒരു കുറ്റമല്ല. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ചെയ്യുന്നവർ, വിഷം കൊടുക്കുന്നവർ, വീട് തീ വയ്ക്കുന്നവർ, മാരകായുധങ്ങളാൽ ആക്രമിക്കാൻ വരുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നവർ, ഭാര്യയെ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ, ഭൂമിയെ തട്ടിയെടുക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ കൊന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ചെറിയ ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ ഇസ്കോണിൽ തന്നെ എന്താ പറയാ, മായാപുരിയിൽ ആദ്യകാലത്ത് ഗുരുമഹാരാജൊക്കെ വന്ന സമയത്ത് അവിടെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ കൊള്ളക്കാരുണ്ടായിരുന്നു ഈ മായാപുരി സ്ഥലത്ത്, ധാമത്തിൽ. അപ്പോൾ അതിൻ്റെ ആ പ്രദേശങ്ങളിൽ, ഗ്രാമത്തിന്റെ അങ്ങ് പുറകും വശങ്ങളിൽ അവരിങ്ങനെ കൂട്ടം കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഗുരുമഹാരാജൊക്കെ അറിയാമല്ലോ, അമേരിക്കയിൽ നിന്ന് വന്ന് വളരെ കഷ്ടപ്പെട്ട് ധാരാളം പ്രയത്നങ്ങളിലൂടെ പൈസ സ്വരൂപിച്ച് അവിടെ പ്രഭുപാദ് അമ്പലം പണിയാൻ പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയുള്ള കമ്പി, സിമന്റ്, ചല്ലി, ചുടുകട്ട ഇതെല്ലാം സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റി, യവന്മാര് രാത്രി വന്നിട്ട് കൊള്ളയടിക്കും. ഈ പറഞ്ഞ സിമെന്റുകളും കമ്പി, ചല്ലി, ചുടുകട്ടൊക്കെ എല്ലാം തട്ടിക്കൊണ്ട് പൊക്കളയും വരും. അങ്ങനെ ഗോഡൌണിൽ നോക്കുമ്പോൾ സാധനങ്ങൾ കാണുന്നില്ല. ഇവര് ഈ ശിഷ്യ സമൂഹവും ഇവരെല്ലാം പ്രത്യേകമാണ് താമസിക്കുന്നത്. ഈ ഗോഡൌൺ എന്ന് പറഞ്ഞത് വേറെ ഭാഗത്താണ്. അപ്പൊ ഇവിടെ ഇവർ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകണമെന്നും രാത്രി നടക്കണമെന്നും ഇവർ അറിയില്ല. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു, മനസ്സിലാക്കി. അങ്ങനെ ഇവർ അന്വേഷിച്ചപ്പോഴാണ് ഇവരാണ് വരുന്നതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് പറ്റി, അങ്ങനെ ഗുരുമഹാരാജ് തന്നെ ഒരു തോക്കൊക്കെ വാങ്ങിച്ചു ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഇവര് പതിയിരുന്നപ്പോൾ ഇവർ വീണ്ടും വരുന്നു. ഒരു പ്രാവശ്യം തട്ടിക്കൊണ്ട് പോയി വീണ്ടും എടുക്കാന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും ഗുരുമഹാരാജ് വെടിവെച്ചപ്പോഴേക്കും ഇവര് ചിലരൊക്കെ ഓടി, ചിലർ ഓടാതെ തിരിച്ച് ആക്രമിക്കാൻ വന്നു. കാരണം സന്യാസിമാരല്ലേ, ഇവരൊന്നും ഒന്നും ചെയ്യില്ല, പേടിപ്പിക്കുകയുള്ളൂ എന്നുള്ള ധൈര്യത്തിൽ വന്നു. തിരിച്ച് അവരെ വെടിവെച്ചപ്പോഴേക്കും 1-2 എണ്ണത്തിനൊക്കെ ഗുണ്ട് കയറി. അങ്ങനെ അതോടുകൂടി അവന്മാരും ജീവനം കൊണ്ട് ഓടി. എന്നിട്ടും രഹസ്യമായിട്ട് തക്കം പാത്തുമൊക്കെ അവർ മോഷണം നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ പ്രഭുപാദിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നരസിംഹദേവന്റെ പ്രതിഷ്ഠ നടത്താൻ പറയാം. അങ്ങനെ നരസിംഹദേവന്റെ പ്രതിഷ്ഠ നടത്തും. അങ്ങനെ പ്രതിഷ്ഠ നടത്തിയപ്പോഴേക്കും എന്താണ്, അവര് തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ കൊണ്ടുവന്ന ബോംബെല്ലാം പൊട്ടി സ്വയം ചെതറി ചാകാൻ തുടങ്ങി. കുറെ എണ്ണം പോലീസിന്റെ പിടിയിൽ പെടാൻ തുടങ്ങി. അതോടുകൂടി എന്താണ്, അവരുടെ ശല്യമെല്ലാം കുറഞ്ഞു. അപ്പൊ അതില് ഒരു രാഘവാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരാളുടെ കാല് ഈ പറയുന്ന ബോംബ് ഏറിയയില് മുറിച്ച് മാറ്റേണ്ടിയൊക്കെ വന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഈ പറഞ്ഞ മായാപുരിയിൽ. അപ്പൊ ഇതൊക്കെ നമ്മളെന്താണ്, ചില സമയത്ത് നമ്മൾ കാരുണ്യം കൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. കാരുണ്യം കാണിക്കേണ്ടവരടുത്ത് മാത്രമേ കാരുണ്യം കാണിക്കാവൂ, അല്ലാത്തവരടുത്ത് അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന വെട്ടാൻ വരുന്ന പോത്തിന്റെ മുമ്പിൽ വേദം ഓതിയിട്ട് ഒരു കാര്യവും ഇല്ല. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 37-ാമത്തെ ശ്ലോകമാണ്. ഹതോ വാ പ്രാപ്തസി സ്വർഗം ജിത്വാ വാ ഭോഷസേ മഹിം തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ എന്ന് ഭഗവാൻ അർജുനോട് പറയും. ഭാവാർത്ഥം: അർജുനന്റെ കക്ഷിക്കാവുമെന്നിരിക്കാനാവില്ല, എങ്കിലും യുദ്ധം ചെയ്തേ കഴിയൂ. രണാങ്കണത്തിൽ വെച്ച് കൊല്ലപ്പെട്ടാലും സ്വർഗലോകങ്ങളിൽ വാഴാമല്ലോ. അപ്പോ കുന്തിപുത്ര, ഒന്നുകിൽ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. എന്തായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. അപ്പോൾ
അറിയാമല്ലോ. ഒന്നുകിൽ നമ്മൾ എന്തായാലും യുദ്ധമാണ്, ജയവും പരാജയവും ഒക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കാം, എന്ത് വേണോ സംഭവിക്കാം. അപ്പോൾ ഇനി കൊല്ലപ്പെട്ടാലോ സ്വർഗത്തിലേക്ക് പോകാം, വീരസ്വർഗം എന്ന് പറയും. യുദ്ധത്തിലും ധർമ്മയുദ്ധത്തിൽ മരിക്കുന്ന സൈനികന് എവിടെ പോകാം? സ്വർഗലോകത്ത് പോകാം. സ്വർഗലോകത്ത് പോകാൻ പല പല വഴികളാണ്. ഒന്ന്, ബ്രാഹ്മണർക്ക് ഈ യജ്ഞങ്ങളിൽ മൃഗങ്ങളെ ബലി അർപ്പിക്കുന്നതിലൂടെ സ്വർഗത്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് നടന്ന എന്താണ് ഉത്തർപ്രദേശിൽ പ്രയാഗിൽ നടന്ന കുംഭമേള, കുംഭമേളയിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ സ്നാനം ചെയ്താൽ ചില പ്രത്യേക നക്ഷത്രങ്ങൾ ഒരേ പൊസിഷനിൽ വരുമ്പോഴേക്കും ആ സമയത്ത് ആ സ്നാനജലത്തിൽ അമൃതിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും അങ്ങനെ ആ ദിവസം ആ നിമിഷം സ്നാനം ചെയ്തവർക്ക് സ്വർഗലോകം കിട്ടും എന്ന് പറയുന്നു. കൂടാതെ അശ്വമേധ യാഗം പോലെയുള്ള യാഗങ്ങൾ ചെയ്താൽ സ്വർഗലോകം കിട്ടുമെന്ന് പറയുന്നു. പിന്നെ എന്താണ്, പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പുണ്യം കിട്ടുന്നതോടും പുണ്യത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി സ്വർഗലോകം കിട്ടും. ഇങ്ങനെ പല രീതിയിൽ സ്വർഗലോകം കിട്ടും. അതുപോലെ ഒന്നാണ് യുദ്ധത്തിൽ മരിച്ചാൽ കിട്ടുന്നത്, വീരസ്വർഗം എന്ന് പറയും. അപ്പം യുദ്ധം ചെയ്ത് ഒരു പക്ഷേ മരണപ്പെട്ടാലും അർജുനൻ പേടിക്കേണ്ട കാര്യമില്ല, സ്വർഗലോകം കിട്ടും. സ്വർഗത്ത് പോയാൽ എന്താണ്, അവിടെ പോയാൽ സുഖസൗകര്യങ്ങളുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കരുത്. കാരണം എന്താണ്, സ്വർഗം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ആണെങ്കിലും അവിടെയും ഈ പറയുന്ന ടെൻഷനുകൾ, പ്രഷറുകൾ, ശത്രുക്കൾ എല്ലാം എല്ലാം ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ പുണ്യം ക്ഷയിക്കുമ്പോൾ, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്നാണ് ഭഗവത്ഗീത തന്നെ പറയുന്നത്. പുണ്യം ക്ഷയിക്കുമ്പോൾ, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പുണ്യങ്ങളെല്ലാം ക്ഷയിക്കുമ്പോൾ നമ്മൾ ഇവിടെ എത്തും? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. മർത്യലോകം എന്ന് പറയുന്നത് മനുഷ്യന്റെ ലോകം, ഈ ഭൂമിയിൽ തന്നെ വീണ്ടും വന്ന് പിറക്കും. അപ്പോൾ നമ്മുടെ പുണ്യങ്ങളെല്ലാം നമ്മൾ അവിടെ അനുഭവിച്ച് തീർത്തു കഴിഞ്ഞു, പിന്നെ പുണ്യത്തിന്റെ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ വന്നിട്ട് സ്വാഭാവികമായിട്ടും വളരെ ദരിദ്ര കുടുംബത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ വന്ന് ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരാൾക്കാർ സ്വർഗലോകം ആഗ്രഹിക്കില്ല. പക്ഷെ ഈ വീരസ്വർഗം, യുദ്ധത്തിൽ തോറ്റ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടമില്ല. എന്താണ്, കുറെ കാലം സുഖിക്കാം, അയാൾക്ക് സ്വർഗലോകത്ത് പോയി സുഖിക്കാം. അത് പക്ഷേ ആത്യന്തികമായിട്ടുള്ള ഒരവസ്ഥയാണെന്ന് ഭഗവാൻ പറയുന്നില്ല. പക്ഷെ നഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗലോകം കിട്ടാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ യുദ്ധം വിജയിച്ച് ഈ സാമ്രാജ്യം ഭരിക്കാം. അപ്പം അതുകൊണ്ട് രണ്ടായാലും നഷ്ടമില്ല. പിന്നെന്താണ്, നിനക്ക് ജയം ഉറപ്പാണെങ്കിലും ഇല്ലെങ്കിലും നീ യുദ്ധം ചെയ്യണം. അത് നിന്റെ സ്വധർമ്മമാണ്, അർജുനന്റെ സ്വധർമ്മമാണ്. തനിക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട രാജ്യം കിട്ടുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ യുദ്ധത്തിൽ മരിച്ചാൽ തന്നെ നഷ്ടമില്ല, കാരണം സ്വർഗം ലഭിക്കും. വിജയിച്ചാലും മരണപ്പെട്ടാലും രണ്ടായാലും അർജുനന് നേട്ടം തന്നെയാണ്. അപ്പോൾ വിജയിച്ചാൽ രാജ്യം നേടും, ലോകരുടെ പുകഴ്ത്തലൊക്കെ കേൾക്കാൻ പറ്റും. തോറ്റ് മരിച്ചാൽ സ്വർഗലോകം നേടാൻ പറ്റും. അതിനാൽ നീ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ പറയുന്നു. കൗരവരുടെ അപവാദം കേട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അഥവാ നിനക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ യുദ്ധത്തിൽ നിന്ന് മാറിപ്പോയി അവരുടെയൊക്കെ അപവാദങ്ങളും അവരുടെയൊക്കെ ട്രോളുകളും കളിയാക്കലുകളും കേൾക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് മരണം തന്നെയാണെന്ന് പറയുന്നു. ജയിച്ചാലും മരിച്ചാലും നിന്നെ ലോകം ബഹുമാനിക്കും. നീ യുദ്ധത്തിൽ ഒരു പക്ഷേ മരിച്ചു പോയാലും, മറിച്ച് ജയിച്ച് രാജ്യം ഭരിച്ചാലും നിന്നെ ലോകം ബഹുമാനിക്കും. അതിനാൽ നീ നല്ല രീതിയിൽ ചിന്തിക്കൂ, എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ എന്തെങ്കിലും അപ്പോ ഒരു ശ്ലോകം കൂടി പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത 38ലേക്ക് പോകാം. സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്യ നൈവം പാപ മവാപ്തസി. യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്കൊരിക്കലും പാപമേൽക്കില്ല. ഭാവാർത്ഥം: യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് കൃഷ്ണന്റെ അഭീഷ്ടം അതാണെന്നർത്ഥം. കൃഷ്ണാബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളെയോ ലാഭനഷ്ടങ്ങളെയോ ജയപരാജയങ്ങളെയോ കുറിച്ചുള്ള പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്തു ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാകണം.
എന്നതാണ് ദിവ്യമായ അവബോധം. അവിടെ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് പ്രതികരണം ഉണ്ടാവില്ല. സ്വന്തം ഇന്ദ്രിയ സുഖത്തിനായി ചെയ്യുന്ന കർമ്മം സത്വഗുണത്തോടു കൂടിയായാലും രജോ ഗുണത്തോടു കൂടിയായാലും ശുഭാശുഭ ഫലങ്ങൾക്ക് വിധേയമാകുന്നു. എന്നാൽ കൃഷ്ണാവബോധമാർന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയ ഒരാൾക്ക് ലൗകിക പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നത് പോലെ മറ്റാരോടും കടപ്പാടില്ല. അയാൾക്ക് ആരോടും ബാധ്യതയുമില്ല. ദേവർഷി ഭൂത ഭൂതപ്ത നൃണാം പുത്രണാം ന കിങ്കരോ നായമൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണന് അല്ലെങ്കിൽ മുകുന്ദന് പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തവന് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ ബന്ധുജനങ്ങളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തോട് തന്നെയോ കടപ്പാടൊന്നുമില്ല. ഭാഗവതം 11-ാമത്തെ സ്കന്ധം 5-ാം അധ്യായം 41-ാമത്തെ ശ്ലോകം. ഈ ആശയം തന്നെയാണ് കൃഷ്ണൻ അർജുനനോട് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് കൂടുതൽ വിശദീകരിക്കപ്പെടും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? യുദ്ധത്തിന് വേണ്ടി ധർമ്മയുദ്ധം ചെയ്യും. ആർക്ക് വേണ്ടി? അല്ലാതെ ചുമ്മാ ഒരു ശല്യം ചെയ്യാതെ ഇപ്പം രാജ്യങ്ങളെയൊക്കെ ചെന്ന് ആക്രമിക്കലല്ല യുദ്ധം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ ഇന്ത്യയെ പാകിസ്ഥാൻ വന്ന് 2-3 പ്രാവശ്യം വന്ന് നമ്മുടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോയല്ല ചെയ്തത്. ഒരു കുറ്റവും ചെയ്യാതെ ജീവിച്ച നമ്മുടെ മണ്ടയ്ക്ക് അവർ വന്ന് കയറിയാണ്. അതുപോലെ ഇപ്പോൾ റഷ്യ യുക്രൈനോട് യുദ്ധം ചെയ്യുന്നു. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു കുറ്റവും ചെയ്യാതെ മര്യാദയ്ക്കിരുന്ന രാജ്യത്തിന്റെ ചെന്ന് ആക്രമിക്കുന്നത്. അതുപോലെയല്ല ധർമ്മയുദ്ധം എന്ന് പറയുന്നത് തനിക്ക് അവകാശപ്പെട്ട രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ധർമ്മയുദ്ധം ചെയ്യണം. ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട് വേണ്ടിയായിരിക്കണം നമ്മുടെ യുദ്ധം അല്ലെങ്കിൽ നമ്മുടെ കർമ്മം. അപ്പൊ അതിലെ ലാഭത്തെ നഷ്ടത്തെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേയില്ല. ഏത് കർമ്മവും കൃഷ്ണന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യണം. ഏത് ധർമ്മവും കൃഷ്ണപ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുക. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. അപ്പൊ നമ്മുടെ കർമ്മവും നമ്മുടെ ധർമ്മവും എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുക. ഭഗവാനാണ് ധർമ്മം എന്താണെന്ന് തീരുമാനിക്കുന്നത്, നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മളൊക്കെ വെച്ചിരിക്കുന്ന ഓരോ തീരുമാനങ്ങൾ, ധർമ്മം എന്ന് പറഞ്ഞ ഒരു ഗൃഹസ്ഥന്റെ ധർമ്മം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ധർമ്മം, ഭാര്യയുടെ ധർമ്മം, മക്കളുടെ ധർമ്മം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ധർമ്മങ്ങൾ. പക്ഷേ ഭഗവാന്റെ ധർമ്മം അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ മുതിരുക, ചെയ്യാൻ ശ്രമിക്കുക. മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് ഏത് ഗുണം എന്ന് പറയുമ്പോൾ സത്വ രജ തമോ 3 ഗുണങ്ങളുണ്ട്. അതിൽ ഏത് ഗുണത്തിലായാലും അത് അശുഭ ഫലങ്ങൾക്ക് വിധേയമാണ്. അത് നമ്മെ ഈ ഭൗതിക ലോകത്തിൽ തളച്ചിടുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതെല്ലാം നമ്മളെ ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെടുത്തും. മറിച്ച് കൃഷ്ണന് സമർപ്പിച്ച് അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞ രീതിയിൽ കൃഷ്ണന്റെ ഉപദേശപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ ഈ ഭൗതിക ലോകമായിട്ട് ബന്ധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷ്ണാർപ്പിതമായിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അർജുനന് കൊടുക്കുന്ന ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ഭഗവത്ഗീത എന്ന് പറയുന്നത് വായിച്ചു കളയാനുള്ളതല്ല, അത് നിത്യജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ടതാണ്. അതിനാണ് ഭഗവത്ഗീത പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ഒരു പാചകക്കുറിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പാചകക്കുറിപ്പ് നോക്കിയിട്ട് കൊള്ളാം, നല്ല രസമുണ്ട് വായിക്കാൻ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും മേശക്കകത്ത് ഇട്ടിട്ട് പോയാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ആ പാചകക്കുറിപ്പിലൂടെ നമ്മൾ അതിന് വേണ്ട വെജിറ്റബിൾസ് മേടിക്കുന്നു, അതിന് വേണ്ട എണ്ണ മറ്റു ഐറ്റങ്ങളൊക്കെ മേടിക്കുന്നു, നമ്മൾ പാചകം ചെയ്യുന്നു, അത് നിവേദിച്ച് കഴിക്കുന്നു. അപ്പോൾ മാത്രമാണ് അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, അത് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഭഗവത്ഗീത വായിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കണം. എങ്ങനെയാണ് ശ്രമിക്കേണ്ടത്? ഇതുപോലെ ഭഗവാൻ പറയുന്ന അർജുനനോട് യുദ്ധം ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഭഗവാന്റെ നിർദ്ദേശാനുസരണം, ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള അത് ഭഗവത്ഗീതയിലൂടെ പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെ കഴിക്കണം? ഫലം പുഷ്പം പത്രം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി എന്ന് പറയുന്ന ആ ഭഗവത്ഗീത വാക്കിലൂടെ ഈ പറയുന്ന ജീവജാലങ്ങളെ കൊന്നു തിന്നാൻ പാടില്ല. ഫലവർഗ്ഗങ്ങൾ, ജലവർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ വേണം കഴിക്കാൻ. അതെങ്ങനെ? എനിക്ക് അർപ്പിച്ചിട്ട്. അപ്പോൾ നമ്മൾ അത് നിവേദിക്കണം. ഭഗവാൻ പ്രസാദമാക്കിയിട്ട് കഴിക്കുമ്പോൾ ആ കർമ്മങ്ങളുടെ പാപങ്ങൾ നമ്മളെ ബാധിക്കില്ല. ഇല്ലെങ്കിൽ
നമ്മൾ മോഷണമാണ് ചെയ്യുന്നത്. നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കണമെങ്കിലും ഈ ഫലം എന്ന് പറഞ്ഞാൽ പൈസയിൽ കിട്ടുന്ന സാധനമല്ല. കാരണം നമ്മളെ 100 രൂപ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പിൾ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കില്ല. ആപ്പിൾ ഉണ്ടാകണമെങ്കിൽ അതിന് ഒരാൾ കൃഷി ചെയ്യണം, വിത്ത് വിതയ്ക്കണം, വെള്ളമൊഴിക്കണം, സമയാസമയം സൂര്യപ്രകാശവും ചന്ദ്രനിൽ നിന്നും നിലാവും ഒക്കെ കിട്ടണം. ആവശ്യമായിട്ടുള്ള പ്രകൃതി, അതിന് വേണ്ടതായിട്ടുള്ള വെള്ളവും ജലവും ഇതെല്ലാം മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് അയാൾ കൊണ്ട് അയാൾ കൊണ്ട് അത് വേറൊരു ആൾക്ക് വിൽക്കും. അതിൽ അയാൾ മൊത്ത കച്ചവടക്കാരൻ ചെറിയ ഡീലർമാർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെറു കച്ചവടക്കാർ കൊണ്ടുവന്നിട്ട് അവരിൽ നിന്നാണ് നമ്മളിത് വാങ്ങുന്നത്. ഇത്രയും കടമ്പ കടന്നാണ് ഇത് വരുന്നത്. അപ്പൊ ഇത്രയും പേരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, ദേവന്മാരായിട്ട് ബന്ധമുണ്ട്. എല്ലാവരുമായിട്ടും നമുക്ക് ഈ ഒരു ആപ്പിളിന് അല്ലെങ്കിൽ ഒരു ഫലത്തിന് ബന്ധമുണ്ട്. അവരോട് നമുക്ക് കടപ്പാടുണ്ട്. ഈ 100 രൂപ തീരുന്ന നല്ല കടപ്പാട്. പക്ഷെ നമ്മുടെ ഭഗവാനെ നിവേദിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ എല്ലാവരോടുമുള്ള കടപ്പാട് തീരുകയാണ്. എല്ലാവരോടും കടപ്പാട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ആവണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും. കൃഷ്ണാബോധത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ ഭഗവാനിലേക്ക് നയിക്കും. ഭൗതികതയുടെ കെട്ടുപാടുകളില്ലാത്ത അനശ്വരമായിട്ടുള്ള, നാശരഹിതമായിട്ടുള്ള, നിത്യമായിട്ടുള്ള ഭഗവാന്റെ ആത്മീയ ലോകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഭഗവത് സേവന നിരതനായ ഒരാൾക്ക്, ലൗകികനായ ഒരാൾക്കുണ്ടാകുന്നത് പോലെ ആരോടും ഒരു തരത്തിലുള്ള കടപ്പാടുമില്ല. ഭാഗവതത്തിൽ പറയുന്ന ഈ ശ്ലോകം നമുക്കറിയാം. ഇതാണ് പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്നു, സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണന് അല്ലെങ്കിൽ മുകുന്ദന് പൂർണ്ണമായി സമർപ്പിച്ചതിന് ദേവന്മാരോടോ ഋഷിമാരോടോ പൊതുജനങ്ങളോടോ ബന്ധുജനങ്ങളോടോ പിതൃക്കളോടോ മാനവ സമുദായത്തിനോടോ യാതൊരു കടപ്പാടുമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നിന്ന് ശരിക്കും അങ്ങോട്ട് എന്താണ്, സാഖ്യയോഗം കഴിഞ്ഞ് ജ്ഞാനയോഗം കഴിഞ്ഞ് കർമ്മയോഗത്തിലേക്ക് കടക്കുകയാണ് ഈ ശ്ലോകം മുതൽ. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താണ്, കൃഷ്ണൻ എന്താണ് സാഖ്യയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗമാണ് പറഞ്ഞത്. എന്താണ്, നീ ഈ ആത്മാവല്ല, നീ ശരീരമാണ്, അല്ല സോറി, നീ ശരീരമല്ല, ആത്മാവാണ്. നീ ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല, ആത്മാവിനെ കൊല്ലപ്പെടുന്നില്ല, ആത്മാവിനെ നനയ്ക്കാൻ പറ്റില്ല, ആത്മാവിനെ എന്താ പൊള്ളിക്കാൻ പറ്റില്ല, ആത്മാവിനെ ശോഷിപ്പിക്കാൻ പറ്റില്ല. അത് നിത്യമാണ്, അത് നിത്യനാണ്, അത് ശാശ്വതനാണ്. ശരീരം മാത്രമേ മാറ്റമുള്ളൂ, ആത്മാവിന് മാറ്റമില്ല. ആത്മാവ് വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാൽ വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള അറിവുകൾ, ഇതിനെയാണ് ജ്ഞാനം, യോഗം എന്നൊക്കെ, രണ്ടാം അധ്യായത്തിന് സംഖ്യായോഗം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട്. അപ്പൊ ഇത് മൊത്തം ഈ ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ രണ്ടാം അധ്യായത്തിൽ പറയുന്നത്. ഈ ഇത്തരം അറിവ് കിട്ടുന്നത് ജ്ഞാനയോഗത്തിന് എന്ന് പറയും. ഈ ജ്ഞാനയോഗത്തിലൂടെ അടുത്ത കർമ്മയോഗത്തിലേക്ക് പതിയെ കൊണ്ടുപോവുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അപ്പോൾ എങ്ങനെ പ്രവൃത്തികൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം എങ്ങനെയാകണം എന്ന് ഇവിടെ മുതൽ ഭഗവാൻ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ജ്ഞാനങ്ങൾ എങ്ങനെ കിട്ടുന്നത്? ബഹൂനാം ജന്മനാമന്തി ജ്ഞാനമാം മാം പ്രവർത്തിയത്. കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ കിട്ടുന്ന അറിവുകളാണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എവിടെ? ഭക്തിയിൽ, ഭഗവാന്റെ ഭക്തിയിൽ കൊണ്ടെത്തിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് പെട്ടെന്നൊന്നും ഭഗവത് സേവനത്തിലൊക്കെയോ ഭക്തിയിലോട്ടോ ഒന്നും വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്നവർ എന്താണ് ചെയ്യുന്നത്? അവരുടെ ഈ അറിവുകൾ, ഈ ജ്ഞാനം, ഈ അറിവിനെ എന്ത് ചെയ്യുന്നു? കർമ്മത്തിലൂടെ, അവരുടെ പ്രവൃത്തികളിലൂടെ ഭഗവാന്റെ സേവനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോ അതെങ്ങനെ കർമ്മം എങ്ങനെ ഭഗവാനിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞു തരുന്നു. പല ജന്മങ്ങളിലൂടെ നമുക്ക് കിട്ടിയ ഈ അറിവിലൂടെ നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളെല്ലാം പരിശുദ്ധമാവുകയും നമുക്ക് വെജിറ്റേറിയൻ ആകാനുള്ള ആ ഒരു മാനസികാവസ്ഥ, നമുക്ക് എന്താ പറയാ, ജപിക്കാനുള്ള മാനസികാവസ്ഥ, ഭഗവത്ഗീത, ഭാഗവതം ഇതൊക്കെ പാരായണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, ഭക്തി ഭരിതമായ കാര്യങ്ങളിൽ, ഭഗവത് സേവനങ്ങളിൽ ഏർപ്പെടാനുള്ള ശാരീരിക അവസ്ഥ, ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന ജ്ഞാനങ്ങളിലൂടെയാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടി വരുമ്പോൾ നമ്മൾ അത് കർമ്മപഥത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോ അങ്ങനെ ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് കർമ്മയോഗമായിട്ട് മാറും. യോഗം എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്നത്, യോജിപ്പിക്കുന്നത്. നമുക്ക് ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഇങ്ങനെയൊക്കെ ഓരോ യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ കുടുംബത്തിൽ ഒരു ഗൃഹനാഥൻ, അയാൾ കഷ്ടപ്പെടുന്നു, വളരെയധികം ജോലിയൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് അയാൾ. പക്ഷെ അയാൾ പറയുന്ന ചിലപ്പോൾ ഭാര്യ കേൾക്കണമെന്നില്ല, അല്ലെങ്കിൽ മക്കൾ അനുസരിക്കണമെന്നില്ല.
ചിലപ്പോൾ ആ വീട്ടിൽ ഒരു വില തന്നെ കാണണമെന്നില്ല. പക്ഷെ അപ്പോഴും അയാൾ എന്താ ചിന്തിക്കണം, ഞാൻ ഇവരുടെ അംഗീകാരത്തിനോ അവരുടെ എന്താ പറയാ എന്താ ഒരു ബഹുമാനത്തിനോ വേണ്ടിയല്ല ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ കടമ എൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുക, ചെലവിന് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അവരെന്നെ അംഗീകരിക്കുകയോ എന്നെ ബഹുമാനിക്കുകയോ എന്തുവേണം ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും എന്ന് ചിന്തിക്കുന്നത്. അതുപോലെ ഒരു ഭാര്യ, ചില ഭാര്യമാർ വീട്ടിൽ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എന്തെല്ലാം ജോലി ചെയ്യണമെന്നറിയാം. രാവിലെ രാത്രി ആരും ചെയ്തില്ല. എന്നാലും ഭർത്താക്കന്മാർ ചോദിക്കും, നിനക്ക് ഇവിടെ എന്തൊരു ജോലി ഇടിയെന്ന് ചോദിക്കും. കാരണം അവരുടെ ജോലിക്ക് ശമ്പളമില്ല, അവർക്ക് പിന്നെ ഈ പറഞ്ഞ പ്രൊമോഷൻ ഇല്ല, അവർക്ക് ലീവില്ല, അവർക്കൊന്നുമില്ല. അവർ രാവിലെ മുതൽ രാത്രി വരെ കടന്ന് കഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ എന്നാലും ചോദിക്കും, നിനക്കിവിടെ എന്തിനാണ് ജോലി, ഇത്ര വലിയ കിടപ്പ് എന്ന് ചോദിക്കും. ഇയാള് ആപ്പാടെ 8 മണിക്കൂറിൽ 5 മണിക്കൂറാണ് ജോലി ചെയ്യണം. വന്നിട്ട് ടിവിയും കണ്ട് മൊബൈലും കുത്തിയിരിക്കും. ഭാര്യ അപ്പോഴും അടുക്കളയിൽ ജോലിയിലാണ്. പക്ഷെ യഥാർത്ഥ ഭാര്യ ഇത് തൻ്റെ സ്വധർമ്മമാണ്, തൻ്റെ കർത്തവ്യമാണ് എൻ്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ സേവിക്കല്. ഇതിൽ ഞാൻ ആത്മാർത്ഥതയോടുകൂടി നിൽക്കണം. ഒപ്പം അതിനെ ഭക്തിയിലേക്കും കൂടി, ഭഗവാനിലേക്ക് കൂടി കൊണ്ടുവന്നിട്ട് ഭഗവാനെ സെൻട്രൽ നിർത്തി, ഇതെൻ്റെ ഭഗവാനുള്ള സ്ഥലമാണ്, ഇതിന് പരിശുദ്ധമായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം എന്ന് കരുതി വളരെ ക്ലീനാക്കി വെക്കുക ആ വീടിനെ. അതുപോലെ കഴിക്കുന്നത് നിവേദ്യം ചെയ്ത് ഭഗവാന് പ്രസാദം, ഭഗവാന് നിവേദ്യം അർപ്പിച്ചിട്ട് അത് പ്രസാദമാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും ഭക്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള ചിന്തയിൽ ജീവിക്കുക. അങ്ങനെ എല്ലാ രീതിയിലും ആ സ്ത്രീ തൻ്റെ കർമ്മങ്ങളെ ഒന്നും ഒരു അംഗീകാരമോ ഒരു ബഹുമാനമോ പ്രതീക്ഷിക്കാതെ ഭക്തിപരമായ സേവനത്തിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോഴേക്കും അത് ഭക്തിയോഗമായിട്ട് തന്നെ മാറും. അവരും അവരുടെ കുടുംബവും എല്ലാം ഭഗവാന്റെ അരികിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. എന്തെങ്കിലും ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സംശയമോ ചോദ്യങ്ങളോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്കറിയാവുന്നുള്ളത് ഞാൻ പറയാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാജി. താങ്ക് യു പ്രഭുജി, വളരെ നന്ദി പ്രഭുജി. മനോഹരമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ ഹരിബോൾ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? മുരളി മനോഹർ പ്രഭു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രഭുവിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഫ്ലോ ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമുക്ക് ക്ലോസ് ചെയ്യാം പ്രഭു. നമുക്ക് ക്ലോസ് ചെയ്യാം. ആർക്കും സംശയമില്ല, മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.